ഡൽഹി ലഫ്റ്റനന്റ് ഗവർണറെ കണ്ടതിനു ശേഷം വി കെ സക്സേനയ്ക്ക് രാജിക്കത്ത് അരവിന്ദ് കെജ്രിവാൾ കൈമാറി. രാജിവെച്ചതിനു ശേഷം അദ്ദേഹം ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിയിലേക്ക് മടങ്ങിയിരിക്കുന്നു. അതിഷ് നിയുക്ത മുഖ്യമന്ത്രി അതിഷി മർലേനയും അരവിന്ദ് കെജ്രിവാളിനൊപ്പം ഉണ്ടായിരുന്നു. അതിഷി ഒരുപക്ഷെ മാധ്യമങ്ങളോട് സംസാരിക്കാൻ സാധ്യതയുണ്ട്. ബാലു, തുടർന്നോളൂ. ആര്യ, അരവിന്ദ് കെജ്രിവാളും ഈ വച്ചതിന് പുറമെ അതിഷി തന്റെ പുതിയ മന്ത്രിസഭ രൂപീകരിക്കുന്നതിനുള്ള അവകാശവാദം സംബന്ധിച്ചുള്ള കത്തും ഈ ലഫ്റ്റനന്റ് ഗവർണർ വി കെ സക്സേനയ്ക്ക് കൈമാറിയിട്ടുണ്ട്. ആം ആദ്മി പാർട്ടിയുടെ മുഴുവൻ MLA-മാരുടെയും ഒപ്പിട്ട കത്താണ് ഇപ്പോൾ ലഫ്റ്റനന്റ് ഗവർണർ വി കെ സക്സേനയ്ക്ക് കൈമാറിയിട്ടുള്ളത്. ആ കത്തിന്റെ അടിസ്ഥാനത്തിൽ പുതിയ സർക്കാർ രൂപീകരിക്കാനുള്ള തന്റെ അവകാശവാദം അവർ ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിനോട് ലഫ്റ്റനന്റ് ഗവർണറുടെ പ്രതികരണം എന്താണ് എന്നതിനെ സംബന്ധിച്ച് നമുക്ക് അല്പസമയത്തിനുള്ളിൽ അതിന്റെ തീരുമാനം അറിയാൻ വേണ്ടി കഴിയും. ഈ ആം ആദ്മി പാർട്ടി നേതാവ് സൗരവ് ഭരദ്വാജ് ഇപ്പോൾ മാധ്യമങ്ങളെ കണ്ട് ഇക്കാര്യം വിശദീകരിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഇന്ന് ഉച്ചയോടുകൂടി തന്നെ ആം ആദ്മി പാർട്ടി നേതാക്കൾ വ്യക്തമാക്കിയിരുന്നത് ഈ ലഫ്റ്റനന്റ് ഗവർണർ പുതിയ സർക്കാർ രൂപീകരണത്തിന് ക്ഷണിച്ചാൽ വളരെ വൈകാതെ തന്നെ ഈ സർക്കാർ രൂപീകരണ നടപടികൾ പൂർത്തീകരിക്കുമെന്നതാണ്. അതായത് വളരെ ലളിതമായ ഒരു ചടങ്ങിൽ വെച്ച് ലഫ്റ്റനന്റ് ഗവർണറുടെ വസതിയിലോ അല്ല എങ്കിൽ ഡൽഹി സെക്രട്ടേറിയറ്റിലോ വെച്ച് നടക്കുന്ന ഏറ്റവും ലളിതമായ ചടങ്ങിൽ ഈ സത്യപ്രതിജ്ഞ ചടങ്ങ് നടത്തുമെന്നായിരുന്നു നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത്. കഴിഞ്ഞ തവണ ഈ അരവിന്ദ് കെജ്രിവാൾ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത് ഡൽഹിയിലെ പ്രശസ്തമായ രാംലീല മൈതാനിയിൽ നടന്ന ചടങ്ങിലായിരുന്നു. പക്ഷേ ഇത്തവണ അങ്ങനെ വലിയ ചടങ്ങുകളൊന്നും തന്നെ നടത്താതെ ഈ രാജ്ഭവനിലോ അല്ല എങ്കിൽ സെക്രട്ടേറിയറ്റിലോ വളരെ ലളിതമായ തോതിൽ ചടങ്ങ് നടത്തുന്നതിനെ കുറിച്ചുള്ള സാധ്യതകളായിരുന്നു ആം ആദ്മി പാർട്ടി ആലോചിച്ചിരുന്നത്. ഏതായാലും സൗരവ് ഭരദ്വാജ് ഇക്കാര്യത്തിലുള്ള ലഫ്റ്റനന്റ് ഗവർണറുടെ തീരുമാനം നമ്മളോട് അല്പസമയത്തിനുള്ളിൽ തന്നെ വ്യക്തമാക്കുന്നതായിരിക്കും. ആ തീരുമാനം കൂടി പുറത്തു വന്നു കഴിഞ്ഞാൽ പുതിയ സർക്കാരിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ എന്തായിരിക്കും എന്നതിനെ സംബന്ധിച്ചൊരു വ്യക്തത ഉണ്ടാകുന്നതായിരിക്കും. ഈ പുതിയ സർക്കാർ അധികാരത്തിലേറിയാൽ അതിന് തൊട്ടു പിന്നാലെ തന്നെ ഡൽഹിയിൽ ഒരു മഹാറാലി വിളിച്ചു ചേർക്കാനും ആ മഹാറാലിയോടുകൂടി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ പരിപാടികൾ ആരംഭിക്കുവാനുമാണ് ഇപ്പോൾ ആം ആദ്മി പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത്. ഡൽഹിയിലെ ഓരോ വീടുകളിലും അരവിന്ദ് കെജ്രിവാൾ സന്ദർശിച്ച് തന്റെ നിരപരാധിത്വം വ്യക്തമാക്കുന്ന തരത്തിലുള്ള പ്രചാരണ പരിപാടികൾക്കാണ് ഇപ്പോൾ ആം ആദ്മി പാർട്ടി രൂപം നൽകിയിരിക്കുന്നത്. അതിനുവേണ്ടിയാണ് അടുത്ത 5 മാസം, അതായത് തെരഞ്ഞെടുപ്പ് നടക്കാൻ സാധ്യതയുള്ള അടുത്ത 5 മാസവും അതിശക്തമായ പ്രവർത്തനം ഈ അടിത്തട്ടിൽ നടത്തുക എന്നൊരു തീരുമാനവും ആം ആദ്മി പാർട്ടി സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട്. പരസ്യമായി നവംബറിൽ തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന് ആം ആദ്മി പാർട്ടി ആവശ്യപ്പെടുമ്പോഴും അതിനുള്ള സാധ്യത വിരളമാണ് എന്ന് അവർക്ക് തന്നെ അറിയാം. കാരണം ഈ വോട്ടർ പട്ടിക പുതുക്കുന്നതും മറ്റുമുള്ള സാങ്കേതിക നടപടികൾ പൂർത്തീകരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഫെബ്രുവരിയിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുമ്പ് അതിശക്തമായ പ്രവർത്തനങ്ങൾ അടിത്തട്ടിൽ നടത്തി 2014-ലും 2019-ലും ലഭിച്ച അതേ വിജയം, അതിന്റെ തനിയാവർത്തനം ഇത്തവണയും കൊണ്ടുവരുന്നതിനോട് വരാനുള്ള ശ്രമമാണ് ഈ പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് നടക്കുന്നത്. ഏതായാലും ഈ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളെ സംബന്ധിച്ച് അരവിന്ദ് കെജ്രിവാൾ ഇതുവരെയും പരസ്യമായി പ്രതികരിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ ഒരു വാർത്താ സമ്മേളനം ഇന്നോ നാളെയോ ഡൽഹിയിൽ ഉണ്ടാകാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ വേണ്ടി കഴിയില്ല.